ഗുരുവായൂർ നഗരസഭാ ബജറ്റ് ഗുരുവായൂരിന്റെ എല്ലാ മേഖലകളുടെയും വികസനത്തിന് വഴിവെക്കുന്നതെന്ന് ഭരണപക്ഷം അവകാശപ്പെട്ടപ്പോൾ നടക്കാത്ത സ്വപ്നങ്ങൾ മാത്രമാണ് ബജറ്റിലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റിൽ വ്യക്തമായ ദിശാബോധമില്ലെന്നും മുൻ വർഷത്തെ 366 കോടി രൂപ ബജറ്റിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലെ ബജറ്റിൽ വെട്ടിക്കുറച്ചതായും UDF ആരോപിച്ചു. നോ പ്ലാനിംഗ് നോ വർക്ക് എന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിക്കുന്നതെന്നായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ നഗരസഭയുടെ പദ്ധതികളുടെ പ്രാവർത്തികത സംശയാസ്പദമാണെന്നും വികസന പ്രവർത്തനങ്ങൾ വർഷാവർഷം പല പേരുകളിൽ ബജറ്റിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും BJP അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതേസമയം നഗരത്തിന്റെ സമഗ്ര വികസനത്തിന്റെ തുടർച്ചയാണ് ബജറ്റിന്റെ ലക്ഷ്യമെന്ന് ഭരണപക്ഷം അവകാശപ്പെട്ടു. തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും വനിതാ സൗഹൃദ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നതുമാണ് ബജറ്റിന്റെ പ്രധാന ദിശയെന്നും അവർ അറിയിച്ചു. സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയം ബജറ്റ് ചർച്ചയിൽ നിറഞ്ഞു നിന്നു. ഏറ്റവും ഒടുവിലായി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് തങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജാണ് ബജറ്റ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. ബജറ്റ് കൗൺസിൽ അംഗീകരിച്ചു.